പോക്സോ കേസ് പ്രതി പ്രവേശനോത്സവത്തിൽ മുഖ്യാതിഥിയായി എത്തിയതിൽ സ്കൂളിന് വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട്. സ്കൂളിന് വീഴ്ച പറ്റിയെന്ന് മുകേഷ് എം നായർ സ്കൂളിലെത്തിയത് ഗുരുതര വീഴ്ചയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഹെഡ്മാസ്റ്റർക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, പ്രവേശനോത്സവത്തിൽ മുഖ്യ അതിഥിയായി പോക്സോ കേസ് പ്രതിയായ സാമൂഹ്യ മാധ്യമങ്ങളിൽ താരമായ പോക്സോ കേസ് പ്രതി മുകേഷ് നായർ എത്തുന്നു. എന്നാൽ സ്കൂൾ അറിഞ്ഞുകൊണ്ടല്ല ഇത്തരത്തിലുള്ള ആളെ ക്ഷണിച്ചത്, സ്കൂളോ അധ്യാപകരോ അല്ല ഈ മുകേഷ് നായരെ ക്ഷണിച്ചത് എന്നായിരുന്നു പ്രധാനാധ്യാപകന്റെ വാദം. ഇത്തരത്തിൽ പ്രധാനാധ്യാപകനോ സ്കൂളോ അറിയാതെ ഒരാൾ എങ്ങനെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ എത്തുക എന്നൊരു ചോദ്യം അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സ്കൂളിന്റെ ഗുരുതര വീഴ്ച തന്നെയാണ് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും അതില്ല. ഈ സംഭവത്തിൽ സ്കൂളിന്റെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ഇത്തരത്തിൽ ലഭിക്കുന്നത്. ഈ പോക്സോ കേസ് പ്രതി പ്രവേശനോത്സവത്തിൽ മുഖ്യ അതിഥിയായി എത്തിയ സംഭവം അത് അറിയില്ല എന്നുള്ള കാര്യമാണ് നേരത്തെ ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രഥമ അധ്യാപകന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല എന്നുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുകേഷും നായരെ ക്ഷണിച്ചത് JCI എന്ന് പറഞ്ഞായിരുന്നു നേരത്തെ ഹെഡ്മാസ്റ്റർ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ പ്രവേശനോത്സവമൊക്കെ നടത്തുന്നത് അത് ഒരു സംഘടനയാണ് നടത്തുന്നത്. അവരാണ് ഈ ഗസ്റ്റിനെ ഉൾപ്പെടെ അറേഞ്ച് ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആരാണ് ഈ മുഖ്യ അതിഥി എന്നുള്ള കാര്യം തങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് മുകേഷ് എം നായർ പരിപാടിക്ക് കുറച്ച് മുൻപാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്ന് പോയതിനു ശേഷമാണ് തുടർന്ന് വൈകിട്ടോടു കൂടി തന്റെ കുറച്ച് കൂട്ടുകാർ വിളിച്ചു ചോദിക്കുന്ന സമയത്താണ് ഇയാളാണ് മുഖ്യാതിഥിയായിട്ട് എത്തിയത് എന്നുള്ള വിവരം താൻ അറിഞ്ഞത് എന്നുള്ള വിശദീകരണങ്ങളാണ് ഹെഡ്മാസ്റ്റർ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രഥമ അധ്യാപകന് ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. ഗുരുതര വീഴ്ച അത് പ്രഥമാധ്യാപകന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നടപടി ശുപാർശ ചെയ്യാൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പരിപാടിയുടെ ബാനർ ഉൾപ്പെടെ ഈ സ്കൂളിൽ ഈ പരിപാടിക്ക് തൊട്ട് പുറകിലായിട്ട് സംഘടിപ്പിക്കുന്ന വേദിക്ക് പുറകിലായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാനർ ഒക്കെ കാണുമ്പോൾ മുകേഷ് എം നായർ തന്നെയാണ് മുഖ്യ അതിഥി എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് സ്കൂൾ അധികൃതരോട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് സംബന്ധിച്ച് തനിക്ക് അയാളെ അത്ര അറിയില്ലായിരുന്നു എന്നുള്ള ഒരു മറുപടിയാണ് ഹെഡ്മാസ്റ്ററുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. പിന്നീട് പരിപാടിക്ക് കഴിഞ്ഞതിന് ശേഷമാണ് വിവരം താൻ അറിയുന്നത് എന്നുള്ള വിശദീകരണവുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും വിഷയം അതീവ ഗൗരവതരമാണ്. ഒരു പോക്സോ കേസ് പ്രതിയെയാണ് പ്രവേശനോത്സവത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ കുട്ടികൾക്ക് സമ്മാനം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അതീവ ഗൗരവതരമായിട്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രതികരണം അത് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ സ്കൂളിനും അതുപോലെ തന്നെ സ്കൂളിന്റെ പ്രഥമ അധ്യാപകനും ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഈ സംഭവത്തിൽ നിന്നും ഒരു തരത്തിലും ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇതുവരെയും നിലവിലുള്ളത്. തീർച്ചയായും സൂര്യ, എന്തായാലും ഒരു പോക്സോ കേസ് പ്രതി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ പരാതിയിൽ അല്ലെങ്കിൽ കുറ്റാരോപിതനായ ഒരാൾ തന്നെയാണ് അതേ കുട്ടികളെ സ്കൂളിലേക്ക് സ്വീകരിക്കുന്ന പ്രവേശനോത്സവത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. ഇത്രയും നടന്നിട്ടും സ്കൂളിനോ അല്ലെങ്കിൽ സ്കൂളിന്റെ ചുമതല വഹിക്കുന്ന പ്രധാന അധ്യാപകനോ അതിന്റെ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ബാലിശമാണ്. എന്തായാലും അത്തരത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞ് കൈ കഴുകാൻ ആകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ അടക്കം സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ കൃത്യമായ അന്വേഷണം നടക്കുകയും വിശദീകരണം നൽകുകയും വേണം. സ്കൂളിലെത്തിയത് ഇത്തരത്തിലൊരു പോക്സോ കേസ് പ്രതി പ്രധാന അതിഥിയായി സ്കൂളിലെത്തിയത് ഗുരുതര വീഴ്ചയാണെന്നും അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്കൂളിനോ ഹെഡ്മാസ്റ്റർക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്.